ഇന്നത്തേത് തികച്ചും വ്യത്യസ്തമായ ഒരു യാത്രയാണ്. ഈ അടുത്തിടെ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ച മാതാജി രാധാമയി അമ്മയോടൊപ്പം ഗുരുവായൂരിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിളാതീരത്ത് നടന്ന കുംഭമേളയിൽ പങ്കെടുത്ത ഏതാനും സന്യാസി വര്യന്മാരെ കാണാമെന്നും അവര് നടത്തുന്ന ഒരു ഹോമത്തിൽ പങ്കെടുക്കാമെന്നും ഒക്കെയുള്ള ഒരു ധാരണയോടെയാണ് ഞാൻ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിന് ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് മോനെയും കൂടെ കൂട്ടി. പറവൂരാണ് കേട്ടോ ഈ സ്ഥലം. അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല കാഴ്ചകളാണ്. ഒരുപാട് സ്ഥലം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അവിടെ നല്ല പച്ചപ്പ് കാണാണ്ട് കുന്നുമുകളിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. നിശബ്ദമായൊരു സ്ഥലമാണ്. ആ ഏരിയ മൊത്തം ഇങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു. തൊട്ടരികിലൂടെ ഒരു പുഴയൊഴുകുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞ് ആശ്രമം കാണുന്നുണ്ട്. അതിൻ്റെ അരികിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ജയന്ത മഹർഷിയുടെ തപോവനമാണ് ഈ ഭാഗം എന്നാണ് പറയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജയന്ത മഹർഷി തപസ്സിരുന്ന ഒരു ഗുഹയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പണ്ട് ഈ സ്ഥലത്തിന് ജയന്തമംഗലം എന്നായിരുന്നു അത്ര പേര്. പിന്നീട് ജയന്തമംഗലം ലോപിച്ചാണ് ജയന്തമംഗലമായത്. ഈ കുന്നിൻ മുകളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പൂജകളൊന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നു. ഈ അടുത്താണ് അവിടെ പൂജകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. ക്ഷേത്ര നട തുറക്കാൻ ഇനിയും 2-2.5 മണിക്കൂറുണ്ട്. അപ്പൊ ഞങ്ങള് നദിയുടെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ നദിയിൽ അടുത്തിടെ മുതൽ, അതായത് 2026 ശിവരാത്രി നാൾ മുതലാണ് നിത്യബലി തർപ്പണം ആരംഭിച്ചിട്ടുള്ളത്. അതൊക്കെ അവിടെ ബോർഡൊക്കെ വായിക്കാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ നദി പൂർണ്ണ നദി എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങോട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ അടുത്തിടെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഈ നദിയുടെ അങ്ങേ കരയിലായിട്ട് ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പാറക്കൂട്ടമൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോകാനുള്ള ബോട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ദൂരേന്ന് ബോട്ട് വരുന്നത് കണ്ടു. അപ്പോൾ ബോട്ടിലേക്ക് കയറാനായിട്ട് തൊട്ടപ്പുറത്തോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ദൂരെ നിന്ന് കണ്ട ആ പാറക്കെട്ടുകളുടെ യഥാർത്ഥ ഭംഗി അടുത്തെത്തിയപ്പോഴാണ് ശരിക്കും കാണാൻ പറ്റിയത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെ ഒരാൾ നിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും അവിടെ ഇറങ്ങണമെന്ന് തോന്നി. പക്ഷേ നമ്മുടെ ബോട്ടിൻ്റെ ആൾ അവിടെ ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ജലനിരപ്പ് ഉയരുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ആൾ. അപ്പോൾ ഞങ്ങൾ അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും ആ പാറയെ കാണാൻ സാധിച്ചു. ചുറ്റും ഒരു റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്.
ഇവിടെ ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ട്, പക്ഷേ അത് പ്രവർത്തനമൊന്നുമില്ല, ആകെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ടൊക്കെ കിടക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾക്ക് ഹോമം കാണാൻ സാധിച്ചില്ല, അതൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ തൊഴണം എന്നുള്ള ആഗ്രഹമുണ്ട്. കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത്. ആദ്യം വണ്ടിയിൽ വന്നിട്ട് ഇറങ്ങിയ അതേ സ്ഥലത്ത് പൂർണ്ണ നദിയിൽ മറ്റ് 2 നദികളും കൂടി ചേരുന്നത് കൊണ്ടാണ് ത്രിവേണി എന്ന് പറയുന്നത്. ആ നദികളുടെ പേര് എനിക്കറിയില്ല. ചേന്ദമംഗലത്തൊക്കെയുള്ള അതറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. കോട്ടയ്ക്കൽ കോവിലകത്ത് അന്യം നിന്ന് പോയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിത്യബലി തർപ്പണം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. കാശിയിലും രാമേശ്വരത്തും ബദരീനാഥിലും നടക്കുന്നതിന് തുല്യമായ വൈദിക രീതിയിൽ നിത്യബലി തർപ്പണമാണ് ഇവിടെ നടക്കുന്നത് എന്നും എഴുതിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊക്കെ അവിശ്വസനീയമായ ഒരു അനുഭവമാണ് കേട്ടോ. കാരണം ഇത്തരം സന്യാസി വര്യന്മാരോടൊന്നും ഞാൻ മുന്നേ സംസാരിച്ചിട്ടില്ല, അടുത്ത് കണ്ടിട്ട് പോലും ഇല്ല. യൂട്യൂബ് ചാനലിലൊക്കെ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഡോക്ടർ സിജു, ഈ ഗുരുജിക്ക് എനർജി സെൻസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഗുരുജിയുടെ അടുത്ത് നിന്ന് ആ എനർജി ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവാണ്. ആ കുന്നിൻ മുകളിലേക്കുള്ള സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ല ഉയരത്തിലെ വളരെ നിശബ്ദമായ സ്ഥലത്ത് ഒരു ക്ഷേത്ര നട തുറന്നിട്ടുണ്ട്. സമയം 5:45 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുന്നിൻ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ പുഴ ഒഴുകുന്നത് കാണാം. അങ്ങേ കരയിലുള്ള ശിവക്ഷേത്രത്തിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം. ചുറ്റിലും മരങ്ങൾ, അതിന് നടുവിലൊരു ക്ഷേത്രം. ശ്രീകൃഷ്ണ ഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. പുറത്ത് അയ്യപ്പസ്വാമിയുടെ ഒരു ചെറിയ ക്ഷേത്രം കൂടിയുണ്ട്. അപ്പം എല്ലായിടത്തും തൊഴുതു. ചില യാത്രകൾ നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ? അതുപോലൊരു യാത്രയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്. മഹത്തുക്കളായ ഒരുപാട് പേരുടെ കൂടെ നിന്നുകൊണ്ട് അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. തിരിച്ചു പോരുന്ന വഴി ഞങ്ങൾ കൊടുങ്ങല്ലൂർ ആശ്രയം അഗതി മന്ദിരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അച്ഛനമ്മമാരെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത്. അത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ വരുന്ന വഴി പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയതാണ്. ആശ്രയം അഗതി മന്ദിരത്തിലെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനു മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.